നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിട്ടിടപെട്ടിട്ടും വഴങ്ങാതെ ചെന്നിത്തല. വേണുഗോപാലും ചെന്നിത്തലയും ഒറ്റക്കെട്ടായി വിലപേശലിന് ഒരുങ്ങുന്നു. ഘടകകക്ഷികൾ വഴങ്ങിയാലും കോൺഗ്രസിലെ വടംവലികൾ പുതിയ മന്ത്രിസഭയ്ക്ക് തലവേദനയാകും. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിട്ടിടപെട്ടിട്ടും ഇനിയും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല വഴങ്ങിയിട്ടില്ല. ആഭ്യന്തര വകുപ്പ് തനിക്ക് ലഭിക്കണമെന്നും അതോടൊപ്പം തന്നോടൊപ്പം നിൽക്കുന്നവർക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്ന പിടിവാശിയിൽ തന്നെയാണ് ചെന്നിത്തല ഇപ്പോഴുമുള്ളത്. മുറിവേറ്റ ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകാതെ നിന്നാൽ അത് വലിയ തിരിച്ചടിയായി മാറുമെന്ന് വി.ഡി. സതീശന് നന്നായി അറിയാം. ദീപാദാസ് മുൻഷി ചെന്നിത്തലയുടെ വീട്ടിലെത്തി വീണ്ടും ചർച്ചകൾ നടത്തിയത് ഈ സന്ദർഭത്തിലാണ്. അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ എന്നിവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് ചെന്നിത്തലയുടെ ആവശ്യം. ചെന്നിത്തലയെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി വി.ഡി. സതീശൻ ചെന്നിത്തലയുടെ വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു. KC വേണുഗോപാലിന്റെ വീട്ടിലും ചൂടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും KC പക്ഷ നേതാക്കൾ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ വേണുഗോപാലിനെ സ്വീകരിക്കാൻ ഒട്ടേറെ നിയുക്ത MLA-മാരും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും എത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടുവെങ്കിലും മന്ത്രിസഭയിൽ തങ്ങൾക്ക് നിർണായക സാന്നിധ്യം ഉറപ്പുവരുത്താനുള്ള നീക്കമാണ് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും നടത്തുന്നത്. ഇപ്പോൾ നടക്കുന്ന നിർണായക നീക്കം ചെന്നിത്തലയും വേണുഗോപാലും ഒറ്റക്കെട്ടായി പോരാടാൻ തയ്യാറെടുക്കുന്നു എന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി KC വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തിയത്. ഒറ്റക്കെട്ടായി നിന്ന് സമ്മർദ്ദ ശക്തിയായി മാറാനുള്ള നീക്കത്തിന് അത്യധികം രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിലും 4 സീറ്റ് നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഒപ്പം തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനവും ലീഗിന് നൽകും. എന്നാൽ ഈ വാദം അംഗീകരിക്കാൻ ലീഗ് തയ്യാറായിട്ടില്ല. 5 മന്ത്രിമാർ തന്നെ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ് നേതൃത്വം. അതുപോലെ തന്നെ ജോസഫ് വിഭാഗവും 2 സീറ്റ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ 1 സീറ്റ് നൽകാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഘടകകക്ഷികളിൽ RSPയും CMPയും മുസ്ലിം ലീഗും സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. RSPയിൽ നിന്ന് ഷിബു ബേബി ജോണും CMPയിൽ നിന്ന് CP ജോണും മന്ത്രിസഭയിൽ ഉണ്ടാകും. 5 മന്ത്രിമാർ വേണമെന്ന ഉറച്ച നിലപാടിലാണ് മുസ്ലിം ലീഗ്. ലീഗിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി എന്നിവർ മന്ത്രിസ്ഥാനം ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തിരുന്ന വ്യവസായം, IT വകുപ്പുകൾ തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചേക്കുമെന്നാണ് സൂചന. PK ബഷീറിന് പൊതുമരാമത്ത് വകുപ്പ് ലഭിച്ചേക്കുമെന്നാണ് വിവരം. N ഷംസുദ്ദീന് ലഭിക്കാൻ സാധ്യത വിദ്യാഭ്യാസ വകുപ്പായിരിക്കും. KM ഷാജി ആയിരിക്കും തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുകയെന്നും സൂചനയുണ്ട്. ലീഗിൽ 5ാം മന്ത്രിസ്ഥാനം സംബന്ധിച്ചാണ് അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. എറണാകുളം, കോഴിക്കോട്, കാസർഗോഡ് എന്നിങ്ങനെ തിരിഞ്ഞ് മന്ത്രിസ്ഥാനത്തിനായി ആവശ്യം ഉയർന്നിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ നിന്ന് VE അബ്ദുൽ ഗഫൂറിനെ മന്ത്രിയാക്കണമെന്നാണ് ആവശ്യം. അബ്ദുൽ ഗഫൂറും ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പിന്തുണയും അബ്ദുൽ ഗഫൂറിനുണ്ട്. അതുകൊണ്ട് തന്നെ അബ്ദുൽ ഗഫൂറിന് സാധ്യതയേറെയാണ്. മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ അബ്ദുൽ ഗഫൂറിന് ലഭിക്കുക നഗരാസൂത്രണ വകുപ്പായിരിക്കും. കോഴിക്കോട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്ന് മന്ത്രി വേണമെന്ന ആവശ്യവും ലീഗിൽ ശക്തമാണ്. അങ്ങനെ വന്നാൽ പാറക്കൽ അബ്ദുള്ള, റസാഖ് മാസ്റ്റർ, AKM അഷറഫ് എന്നിവർക്കാണ് സാധ്യത. മന്ത്രിസ്ഥാനത്തിനായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പിടിമുറുക്കിയിട്ടുണ്ട്. 2 മന്ത്രിസ്ഥാനം വേണമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം. മോൻസ് ജോസഫും അബു ജോസഫും മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കുമെന്നാണ് വിവരം. പ്രഥമ പരിഗണന മോൻസ് ജോസഫിനാണ്. തോമസ് ഉണ്ണിയാടിന്റെ പേരും ഉയർന്നു വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നും സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, M ലിജു, PC വിഷ്ണുനാഥ്, ഷാനിമോൾ ഉസ്മാൻ എന്നിവർ മന്ത്രിമാരാകുമെന്നത് ഉറപ്പാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര മന്ത്രിസ്ഥാനം നൽകേണ്ടി വന്നാൽ ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ കൈകാര്യം ചെയ്യും. ഘടകകക്ഷികളുമായുള്ള മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ രമ്യമായി തീർന്നാലും കോൺഗ്രസിൽ നിന്നും ആരൊക്കെ മന്ത്രിമാരാകുമെന്നത് സംബന്ധിച്ച തീരുമാനം അത്ര വേഗം ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്. മുഖ്യമന്ത്രി രൂപീകരണത്തിൽ തങ്ങൾക്ക് പറ്റിയ ക്ഷീണം പരിഹരിക്കാൻ വേണുഗോപാൽ, ചെന്നിത്തല വിഭാഗങ്ങൾ കിണഞ്ഞു ശ്രമിക്കുമെന്നത് ഉറപ്പാണ്. തങ്ങൾക്കൊപ്പം ഭൂരിഭാഗം MLA-മാർ ഉണ്ട് എന്നതാണ് KC പക്ഷത്തിന്റെ കരുത്ത്. ഒപ്പം ചെന്നിത്തല വിഭാഗം കൂടി ചേരുന്നതോടെ ചർച്ച ചൂടുപിടിക്കുമെന്നത് ഉറപ്പാണ്. പ്രതിപക്ഷ നിരയോടൊപ്പം പ്രതിഷേധം സ്വന്തം ക്യാമ്പിൽ നിന്നും നേരിടേണ്ടി വരുമെന്നതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നതാണ് യാഥാർത്ഥ്യം.